ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാരൻ ഏത് രാജ്യത്ത് നിന്നാണ്? പെട്ടെന്ന് പറഞ്ഞോ ഗൈസ്. ഇപ്പൊ ഫുട്ബോൾ നടക്കുന്ന സമയമാണ്. ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാരൻ എവിടെ നിന്നാണ്? ആദ്യം പറയണം. ആദ്യം പറയുന്ന ആരാന്ന് നോക്കണം. ആദ്യം പറയുന്ന ആരാണെന്ന്. മെസ്സേജ് എഴുതി. എടാ കോസ, നിനക്ക് ക്വസ്റ്റ്യൻ കേട്ടോ? ഏറ്റവും തിരക്കുള്ള ഫുട്ബോൾ കളിക്കാരൻ ഏത് രാജ്യത്ത് നിന്നാണ്? ഇത് കുസൃതിയാണ്, എക്സ്ട്രീംലി കുസൃതി. ആരാ പറയാൻ പോണേ? ആരാ ആൻസർ പറയുന്നത് നോക്കാൻ നടന്നിട്ട് അറിവ്. കൊല്ലം അപ്പോൾ അടി നടക്കും. അതെ തീർച്ചയായിട്ടും. ഇങ്ങോട്ട് കയറി ചൊറിഞ്ഞ ഞങ്ങൾ മാന്ത റഫീഖ. കുസൃതി ചോദ്യമാണ് മണ്ടാ. അർജന്റീന is the right answer. സുരാജ് right answer, right answer. അടുത്ത ക്വസ്റ്റ്യൻ. ക്യാമറ ഓൺ ആക്കില്ല കാശ് ചേട്ടാ. അർജന്റീന. എന്നോട് അർജുനല്ലേ? 1947 വേണ്ട. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്താണ്? 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്താണ്? എന്ത്? അയ്യോ എന്താ? എന്താ സീൻ പറയുന്നുണ്ട്. ഹോട്ട് അർജന്റീന. യെസ് യെസ് യെസ്. അതെ പറയൂ. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്ത്? ഇത് കുസൃതി ചോദ്യമാണ് ഗൈസ്. ആൻസർ പറ ഗൈസ്. എന്താടി ഒന്നുകൂടെ പറഞ്ഞ? പതുക്കെ പറ. 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്ത്? കുസൃതി ചോദ്യം. കുസൃതി ചോദ്യം. 30 ചോദിച്ചപ്പോ 30 തന്നിരിക്കുന്നത്. ഇനി ഒരു 35 താ ഗൈസ്. ഇച്ചിരി അത്യാഗ്രഹം കൂടുതലാ. കാശി. അതെ അതോ സീൻ എന്ന് പറയുന്നുണ്ട്. ഫുട്ബോളിക്ക് ആൻസർ പറയാവോ? മാതിരി ചോദ്യം ചോദിച്ചാൽ ആരാ ആൻസർ പറയാനാ? അവരെയൊക്കെ 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങാനുള്ള കാരണം എന്താണ്? പിൻവാങ്ങാനുള്ള കാരണം എന്താണ്? നിമ്മി മോളെ. റിത എവിടായിരുന്നുടാ? നിന്നെ ഞാൻ കണ്ടില്ല റിത. അല്ല കർത്താവേ, നിങ്ങൾ ഇത്രയും ലോലാവൂന്ന് ഞാൻ വിചാരിച്ചില്ല ഗൈസ്. അതിന്റെ ആൻസർ ഞാൻ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഒന്നും ഇല്ല. അതാണ് അടുത്തെത്തിയിരിക്കുന്നത്. എന്താന്ന് വെച്ചാ അന്ന് ബ്രിട്ടനിൽ പിന്നുണ്ടാക്കി തുടങ്ങിയിരുന്നില്ല 1947. ഗൈസ്, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന 12 എന്നോട് ക്ഷമിക്കണം ഗൈസ്. കാരണം ചോദ്യങ്ങളൊക്കെ ചോദിക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ കരുതി അത്രയും നല്ല ചോദ്യം